ഗൈസ് എല്ലാവർക്കും ബിട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, യൂട്യൂബിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഒരു യൂട്യൂബിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം പ്രത്യേകിച്ച് മലയാളത്തിലെ ഒരു യൂട്യൂബറും ഈ ഒരു സ്ട്രാറ്റജി ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം എന്റെ ഈ ചാനലിലൂടെയാണ് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീക്രട്ട്, അതായത് ബോളിഞ്ചർ ബാൻഡ് സീക്രട്ട് സ്ട്രാറ്റജി നിങ്ങൾക്കും കിട്ടാവുന്നതാണ്. അതായത് വെറും ബിഗിനർ ആയിട്ടുള്ളവർക്കും ഈസി ആയിട്ട് ട്രേഡ് എടുക്കാനും എക്സിറ്റ് ചെയ്യാനും വരുന്ന ഒരു ബെസ്റ്റ് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബോളിഞ്ചർ ബാൻഡ് നമുക്ക് ഈ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ബോളിഞ്ചർ ബാൻഡ് ഓൾറെഡി ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബോളിഞ്ചർ ബാൻഡ് ആഡ് ചെയ്യാം. ഓക്കെ, ബോളിഞ്ചർ ബാൻഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നോർമൽ ബോളിഞ്ചർ ബാൻഡ്. ഓക്കെ, അതായത് ഇതിനൊരു ഈ അപ്പർ ബാൻഡ് ലോവർ ബാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ഒരു മൂവിങ് ആവറേജും കാണാൻ പറ്റും. ഇതാണ് ബോളിഞ്ചർ ബാൻഡിൽ ഉള്ളത്. നമ്മൾ നോർമലി നിങ്ങളുടെ ബോളിഞ്ചർ ബാൻഡ് എന്താ, ഈ ഒരു അപ്സൈഡ്, ഈ ഒരു അപ്പർ ബാൻഡ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടും ലോവർ ബാൻഡ് ഒരു സപ്പോർട്ട് ആയിട്ടും ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു മൂവിങ് ആവറേജിന്റെ ഡൗൺ സൈഡിലോട്ട് വന്നാൽ ഡൗൺ ട്രെൻഡും അപ് സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡും ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ നോർമലി സ്ട്രാറ്റജിയിൽ കണ്ടുപഠിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അതായത് ബിഗിനർ ആയിട്ടുള്ള ഒരു വലിയ ട്രേഡും വലിയ നമുക്ക് അനലൈസും കാര്യങ്ങളും ഒന്നും ഇതിന് ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് വരിക, നിങ്ങളുടെ സ്ട്രാറ്റജി വരുന്നു, നിങ്ങൾ ട്രേഡ് എടുക്കുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു, എക്സിറ്റ് ചെയ്ത് പോകുന്നു. 1:2 മുതൽ 1:3 വരെ റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ബോളിഞ്ചർ ബാൻഡിന്റെ സെറ്റിംഗ്സിലോട്ട് പോവാം. ഇപ്പൊ നിങ്ങൾ കാണുന്ന നോർമൽ സാധാരണ ബോളിഞ്ചർ ബാൻഡ് ആണ്. ഇതിനകത്ത് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് അതായത് മീഡിയം ലൈന്, അതായത് ഈ മൂവിങ് ആവറേജ് നമുക്ക് ആവശ്യമില്ല. മൂവിങ് ആവറേജ് നമ്മൾ ഒഴിവാക്കി നമുക്ക് വേണ്ടത് ഈ ഒരു അപ്പർ ബാൻഡും ലോവർ ബാൻഡും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോ അപ്പർ ബാൻഡും ലോവർ ബാൻഡും നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ബോളിഞ്ചർ ബാൻഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ സെറ്റപ്പ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരെ ടൈം ഫ്രെയിം ആണ്. നമ്മുടെ ടൈം ഫ്രെയിം എപ്പോഴും 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുള്ളൂ. നിങ്ങൾ വേറെ ഒരു ടൈം ഫ്രെയിമിലും പോയി ഈ ഒരു സ്ട്രാറ്റജി നോക്കി കഴിഞ്ഞാൽ വർക്ക് ആവില്ല. ഞാൻ ഓൾറെഡി ഇതിന്റെ പ്രീവിയസ് ഡേറ്റ, അതായത് പ്രീവിയസ് അനലൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഉറപ്പുവരുത്തിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ പ്രീവിയസ് ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു ട്രേഡിന് എത്രത്തോളം അക്യുറസി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് ഒരുപാട് ട്രേഡൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഒരു ആഴ്ചയിൽ 1-2 ട്രേഡുകൾ മാത്രമേ കിട്ടൂ. പക്ഷെ ആ ഒരു ട്രേഡ് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മന്ത്ലി ഒരു 10 ട്രേഡാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 6 ട്രേഡ് വരെ, ഓക്കെ 6-7 ട്രേഡ് വരെ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് പോവാം. നമ്മളെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോളിഞ്ചർ ബാൻഡിന്റെ ഔട്ട്സൈഡ് ആയിട്ട് നമുക്ക് ഒരു ക്യാൻഡിൽ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, എന്നാണ് നമ്മുടെ സെറ്റപ്പ് ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, ട്രേഡ് എടുക്കണം എന്നല്ല, അതായത് നമ്മുടെ സെറ്റപ്പ് ആക്റ്റീവ് ആകുന്നത് അവിടെയാണ്. ഈ ഒരു ബോളിഞ്ചർ ബാൻഡിന്റെ താഴോട്ട് നമുക്കൊരു ക്യാൻഡിൽ, അത് റെഡ് ക്യാൻഡിലോ ഗ്രീൻ ക്യാൻഡിലോ കളർ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല, ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഈ ഒരു ബാൻഡിൽ ടച്ച് ചെയ്യാണ്ട് ക്ലോസ് ആവണം. ഓക്കെ, ഇപ്പോ ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്താലും നമുക്ക് വലിയ സീനില്ല. അതായത് ലൈറ്റ് ആയിട്ട്, ഒരുപാട് ഉള്ളിലോട്ട് കയറി പോയി ടച്ച്, അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഉണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ വിക്ക് നമുക്ക് ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് ഉള്ളിലോട്ട് ഒരുപാട് ഇത്രത്തോളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് ഒഴിവാക്കണം. നമ്മുടെ പെർഫെക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോ വന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മളെ പെർഫെക്റ്റ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും.
ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോളിഞ്ചർ ബാൻഡിന് ജസ്റ്റ് ടച്ച് ആയിട്ട് ആണ് നമുക്ക് റിജക്ഷൻ വന്നത്. ക്യാൻഡിൽ ക്ലോസ് ആയത് ബോളിഞ്ചർ ബാൻഡിന്റെ ഔട്ട് സൈഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ക്ലോസ് ആയ ബോളിഞ്ചർ ബാൻഡിന്റെ ഔട്ട് സൈഡ് ക്ലോസ് ആയ ക്യാൻഡിലിലെ അപ്പ് സൈഡും ഡൗൺ സൈഡും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് 15 മിനിറ്റിൽ എപ്പോഴാണോ ഈ ഒരു ക്യാൻഡിലിന്റെ, അതായത് ഔട്ട്സൈഡ് ക്ലോസ് ആയ ക്യാൻഡിലിന്റെ അപ്പ് സൈഡോ ഡൗൺ സൈഡോ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിംഗ് ആയിട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ വരുന്നത്, ആ സൈഡിലൂടെ നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ക്ലോസിംഗ് വന്നിട്ടില്ല, ഇവിടെ ക്ലോസിംഗ് വന്നില്ല, ഇവിടെ ക്ലോസിംഗ് ഇല്ല, താഴോട്ടും ക്ലോസിംഗ് ഇല്ല. പക്ഷെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഇതിന്റെ അപ്സൈഡ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്ലോസിംഗ് വന്നു. അപ്പൊ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു, നമ്മൾ ഇതിന്റെ താഴെ SL വെച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ക്യാൻഡിൽ തന്നെ 15 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ തന്നെ ഓൾമോസ്റ്റ്, അതായത് ഇൻഡെക്സിൽ 200 പോയിന്റിന്റെ മൂവ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പ്രൈസിൽ നമുക്ക് എത്ര കിട്ടി? നമുക്ക് സ്ട്രൈക്ക് പ്രൈസിൽ നമുക്ക് 100 പോയിന്റിന്റെ മൂവ് കിട്ടി. ഓക്കെ, ജസ്റ്റ് 15 മിനിറ്റിൽ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് വന്നോ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ വിക്ക് ഓൾമോസ്റ്റ് ഇതിന്റെ ഉള്ളിലോട്ട് കുറച്ചൊരു ലൈറ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് എന്നാലും നമുക്ക് ഇവിടെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ആയി, നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഈ ഒരു ക്യാൻഡിലെ താഴെ നമ്മൾ SL വെക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 3 ക്യാൻഡിലിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1:5 1:7 വരെയാണ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് വിൻ റേഷ്യോ എന്ന് പറയുന്നത്, റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് നമ്മളെ സ്ട്രാറ്റജി വന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഒരു സ്ട്രാറ്റജി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മള് ഈ ഒരു ക്യാൻഡിൽ ഇതിന്റെ പൂർണ്ണമായിട്ടും ഇതിന്റെ ഔട്ട്സൈഡിലോട്ടാണ് ക്ലോസ് ആയത്. ഓക്കെ, വിക്ക് പോലും ടച്ച് ചെയ്തിട്ടില്ല. ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. കാരണം ഇതിന്റെ ഇതിന്റെ ഇതൊരു ഗ്യാപ്പ് അപ്പായി ഓപ്പായി ഇത് റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ക്യാൻഡിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രാപ്പ് ട്രേഡിൽ പോയി പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു 100-90% നമ്മുടെ ഡയറക്ഷനിലോട്ട് മൂവ് ആവാനുള്ള ചാൻസ് ആണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് വളരെ കൂടുതൽ. ഓക്കെ, ഞാൻ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ട്രേഡ് എടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ബോളിഞ്ചർ ബാൻഡിന്റെ ബോഡിക്ക് ഒന്നും ടച്ച് ചെയ്യാണ്ടാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇതിന്റെ ലോ ബ്രേക്ക് ആയി നമ്മൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുത്തു. ജസ്റ്റ് നമുക്ക് 2 ക്യാൻഡിൽ തന്നെ 1:3 വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 200 23 200 23 257. ഓക്കെ, 23 200. ഓക്കെ, 23, അതായത് 1:3 നമുക്ക് ഇവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് എവിടെയാണ് ഇതിന്റെ ഒരു നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇതിനെ ടച്ച് ചെയ്യാണ്ട് വന്നത്. നമ്മൾ ഇതിന്റെ മാർക്ക് ചെയ്യുക, ഇതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഓക്കെ, ഹൈയും ലോയും മാർക്ക് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ അപ്സൈഡ് ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ വന്നു. നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് നമുക്ക് 2 ക്യാൻഡിൽ തന്നെ ഓൾമോസ്റ്റ് വീണ്ടും 1:3 മൂവ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതാ അവസാനമായിട്ട് ഞാൻ ഒരു സെറ്റപ്പ് കൂടെ കാണിച്ചു തരാം. എന്നിട്ട് ഇതിന്റെ നമ്മൾ ഒരു ട്രേഡ് എടുത്താൽ എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ബോളിഞ്ചർ ബാൻഡിന്റെ എക്സാക്ട് സെറ്റപ്പ് ഇതാണ്. ബോളിഞ്ചർ ബാൻഡ് ടച്ച് ചെയ്യാണ്ടിരുന്നാൽ അത്രയും പെർഫെക്റ്റ് എന്ന് പറയാം. ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്യാനും കുഴപ്പമില്ല, പക്ഷെ ബോഡി ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. വിക്ക് ടച്ച് ചെയ്യാനും കുഴപ്പമില്ല, ബോഡി ടച്ച് ചെയ്ത് ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്താലും നിങ്ങൾ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ബോഡിയും വിക്കും ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിന്റെ പെർഫെക്റ്റ് 100% സെറ്റപ്പ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു, ഇവിടെ ക്ലോസ് ആയി നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്തു. നെക്സ്റ്റ് 1 2 3. ഓക്കെ, മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ഒരാഴ്ചത്തേക്കുള്ള പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ഒറ്റ ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പ്രീവിയസ് ഡാറ്റ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ
ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു 15 മിനിറ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്, ആ വെയിറ്റ് ചെയ്യേണ്ടതെന്നല്ല, നിങ്ങൾ ടാർഗറ്റ് കിട്ടും വരെ വെയിറ്റ് ചെയ്യേണ്ടത് വെറും 3 ക്യാൻഡിലാണ്. അതായത് 45 മിനിറ്റ് മാത്രമേ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. 45 മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ട്രേഡ് എടുത്ത് നെക്സ്റ്റ് ഇത് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുത്ത് നെക്സ്റ്റ് 15 മിനിറ്റ് തന്നെ, അതായത് ആ ഒരു ട്രേഡ് എടുത്ത 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു പ്രോഫിറ്റിൽ നിങ്ങൾ എക്സിറ്റ് ആവണം, അവിടെ ഒരിക്കലും ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്തു, ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് മൂവ് കിട്ടിയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കാണിച്ചു തരാം. ഓക്കെ, അതുപോലൊരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്യാൻഡിൽ മൂവ് കിട്ടാതെ, ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾ കണ്ടോ, ഇവിടെ നോക്കിക്കോ, നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും 15 മിനിറ്റിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ വിചാരിച്ച ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ക്യാൻഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ക്യാൻഡിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഇങ്ങനെ ക്യാൻഡിലിന്റെ ബിയറിഷ്നെസ് നോക്കിയിട്ട് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. 45 മിനിറ്റിൽ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു, ഓക്കെ, ഇവിടുന്ന് ട്രേഡ് എടുത്തു 2, 3, ഓക്കെ, മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മളെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ജസ്റ്റ് നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് 15 മിനിറ്റിന്റെ 3 ക്യാൻഡിൽ മാത്രമേ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇതിന്റെ സിമ്പിൾ കൺസെപ്റ്റ്. ആർക്ക് വേണമെങ്കിലും ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ പോയി ട്രേഡ് എടുക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചെറിയ ക്വാണ്ടിറ്റി, ഒരു ലോഡിലൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഈ ഒരു നമ്മൾ ഏതൊരു സ്ട്രാറ്റജി ആയാലും, ഞാനിപ്പോ ഈ ഒരു സ്ട്രാറ്റജിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഓൾമോസ്റ്റ് ഒരു 3 മന്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു ഡീപ്പ് നോളജ്, ഡീപ്പ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് മാർക്കറ്റിൽ ട്രൈ ചെയ്ത് നോക്കുക. നിഫ്റ്റി 50യിലാണ് കൂടുതലും ഇത് വർക്ക് ആവുന്നത്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ കൂടുതൽ റെഫർ ചെയ്യുന്നത് നിഫ്റ്റി 50യിൽ മാത്രമാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രാറ്റജിന്റെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്നെ, അതായത് ഈ ഒരു കമന്റ് ബോക്സിൽ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് അവിടെ തന്നെ എന്നെ ഡയറക്റ്റ് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണാം. ബൈ.